find the one, you should never give her up. I think it's the way life. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചാബി സമൂസയാണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യമായി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അജ്വൈനും 1 ടീസ്പൂൺ ഉപ്പും 4 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് വെള്ളം ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതൊരു ടൈറ്റ് ഡോ ആ വേണ്ടത്. ദാ ഇതേപോലെ ടൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഡോ വേണ്ടത്. ഈ ഒരു ഡോ നമുക്ക് അരമണിക്കൂറത്തേക്ക് അടച്ചു വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം. 4 പൊട്ടാറ്റോ വേവിച്ച് വെച്ചതാണിത്. ഇത് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, മല്ലിയില, 6 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്, ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസും പൊടി ഐറ്റംസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൊട്ടാറ്റോ മാഷ് ചെയ്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ തീയിൽ ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുന്ന ടൈമിൽ നമുക്ക് സമൂസ തയ്യാറാക്കാം. ഇതിനായി ഡോ എടുത്ത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു അളവിൽ എനിക്ക് 13 ബോൾസ് ആണ് കിട്ടിയത്. അപ്പോൾ 13 ബോൾസ് കൊണ്ട് 26 സമൂസ ഉണ്ടാകും. ഞാനിവിടെ ഫില്ലിങ് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്, അത് ഫിൽ ചെയ്യാൻ എളുപ്പത്തിനാണ്. അതുപോലെ ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബോൾ എടുത്ത് ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതിൽ കാണുന്നത് പോലെ നേരെ പകുതിയാക്കി കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് വെള്ളമാക്കി നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. ഇതുപോലെ സൈഡിൽ വെള്ളമാക്കി കൊടുക്കാം. ഈ ഒരു ഭാഗം നമുക്ക് ചെറുതായി മടക്കിയിട്ട് ഇതിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചാബി സമൂസ ഇതുപോലെയാണ് കിട്ടേണ്ടത്.
ഞാനിവിടെ പകുതി സമൂസ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സമൂസ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായി. ഇത് ഇടയ്ക്കിടെ തിരിച്ചിട്ടെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു ടൈമിൽ നമുക്ക് ബാക്കിയുള്ള സമൂസയും കൂടി കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. ഒരു കിടിലൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.